അള്ളാഹ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ സങ്കടം വരുന്നു. അൽഹംദുലില്ലാ, പഠിച്ചവൻ എത്ര സൂചിച്ചാലും മതിയാവൂല. ഈ കുട്ടീൻ്റെ ഒരു വീഡിയോ നോക്കിങ്ങൾ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അതിന് സാധിക്കാതെ സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. അൽഹംദുലില്ലാ. അള്ളാഹ് എത്ര സൂചിച്ചാലും മതിയാവൂലല്ലോ. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെ താഴേക്കിടയിലുള്ളവരേക്ക് നോക്കുക. നമ്മളൊക്കെ പരാതിപ്പെടാൻ എങ്ങനെ, എനിക്ക് മറ്റുള്ളവന് പോകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവനക്ക് കൊടുത്തത്ര പഠിച്ച എനിക്ക് തന്നില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പരാതിപ്പെടാറുണ്ട്. പക്ഷെ നമുക്ക് അല്ലാഹു തആല തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കിയാൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ശാസ്ത്രീയപരമായിട്ട് പറയുന്നത് ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ വൃക്കകൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താ വൃക്കകളുടെ പ്രവർത്തനം? നമ്മുടെ ശരീരത്തിലെ രക്തം അത് ശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ മൂത്രം വഴി പുറന്തള്ളുകയും ചെയ്യുക എന്നുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രവർത്തനം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. എന്തെങ്കിലും പൈസ നമ്മൾ കൊടുക്കുന്നുണ്ടോ? പക്ഷെ പല ആളുകളും പൈസ കൊടുത്തിട്ട് ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനൊക്കെ അല്ലാഹു തആല എത്ര നമ്മൾ ശുക്ർ ചെയ്താലും മതിയാകൂല. തുമ്മിയ ശേഷം അൽഹംദുലില്ലാ എന്ന് പറയുന്ന സുന്നത്താണല്ലോ. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഹിക്മത്ത് എന്തെന്നാൽ, നമ്മൾ തുമ്മുന്ന സമയത്ത് സ്റ്റോപ്പായി പോകുന്ന ഹൃദയത്തിന്റെ പ്രവർത്തനം തുമ്മിയ ശേഷം വീണ്ടും എന്താകാണ്, പ്രവർത്തന സജ്ജമാകാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ അതിനെ അള്ളാഹുവിനെ സ്തുതിക്കാൻ അൽഹംദുലില്ലാ. ഇങ്ങനെ ഏതൊരു സാഹചര്യത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ അറിയാതെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങൾ അള്ളാന്റെ നിഅമത്തുകളെ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ അതൊരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല, എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതെ. പിന്നെ നമ്മളിതൊക്കെ മനസ്സിലാക്കാത്ത എന്തുകൊണ്ടെന്നറിയോ, പൊതുവെ പറയാറുണ്ടല്ലോ, കണ്ണില്ലാത്തവർക്ക് കണ്ണിന്റെ വില മനസ്സിലാക്കാറ്. ഇങ്ങനെ പടച്ച റബ്ബ് നമുക്ക് തന്ന ഏതെങ്കിലും ഒരു അനുഗ്രഹം നമ്മിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ അതിന്റെ വില നമ്മൾ മനസ്സിലാക്കും. പടച്ച റബ്ബിനെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. ഏതെങ്കിലും ഒരു അനുഗ്രഹം ഈ പറഞ്ഞ രൂപത്തിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഉറപ്പായിട്ട് റബ്ബിലേക്ക് മടങ്ങും. നമ്മളാരും അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മളൊക്കെ കിതാബ് ഓതുന്ന സമയത്ത് പഠിച്ചൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു അല്പസമയമെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മാറ്റിവെക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് വിശ്വാസികളാണ്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി, അവനക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരാൻ പ്രയാസമാണ്, നടക്കാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. അപ്പൊ ഞാനൊരിക്കൽ കുട്ടിയോട് ചോദിച്ചു, മോന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാണ്, മോൻ പറയാണ് അവന് സ്കൂളുകളൊക്കെ പോകും, സ്കൂളിലൊക്കെ ഇങ്ങനെ വീൽ ചെയറിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ. അപ്പൊ മോൻ പറയാണ്, സാറേ കുട്ടികളിങ്ങനെ ഓടിച്ചാടി കളിക്കുന്ന സമയത്ത് എന്റെ കണ്ണറിയാതെ നിറഞ്ഞു പോകാറുണ്ട്, എനിക്ക് എന്നാണ് ഇതുപോലെ ഒന്ന് ഓടിച്ചാടി കളിക്കാൻ പറ്റുക, കുട്ടിക്ക് ഇപ്പോഴും നടക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എന്തിന്റെ എന്ത് കുറവാണ് നമുക്ക് അല്ലാഹു തആല തന്നത്. നമ്മൾ മേലോട്ട് നോക്കിയിട്ട് എന്നെ അത്ര സമ്പന്നനാക്കിയില്ല, എനിക്ക് ആ മുന്തിയ കാലത്ത് എന്നില്ല എന്ന് പറഞ്ഞതിന് പകരം നമ്മുടെ താഴോട്ട് നോക്കിയാൽ എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണാൻ സാധിക്കുന്നു. അപ്പൊ നമ്മളെന്താക്കുക, അല്ലാഹു തആല ഇപ്പൊ നമ്മൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഇതൊക്കെ നിലനിർത്തി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ബറകല്ലാഹു ഫീക്.